നമ്മുടെ മലയാള നാട്ടിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നവ തന്നെയാണ്, ചിലതൊക്കെ എത്രയായാലും അംഗീകരിക്കാൻ കഴിയാത്തവ. എന്നാൽ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ആൾക്കാരുമുണ്ട്. ഈ ന്യായീകരണ തൊഴിലാളികൾ ഭൂരിഭാഗവും രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ല. ഈ ഭരണമില്ലാത്തവരും ഇതിലുണ്ട്, പ്രതിപക്ഷത്തില്ലാത്തവരും ഭരണത്തിലില്ലാത്തവരും ന്യായീകരിക്കാനുണ്ട്. ഇത്രയൊക്കെ ഇവിടെ പറയേണ്ടി വന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സമര ആഭാസത്തെക്കുറിച്ച് പറയാനാണ്. ഒരു വിദ്യാർത്ഥി കൃഷിയിടത്തിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. നാട്ടിൽ അത് പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങ് ദിവ്യദൃഷ്ടി വെച്ച ഒരു മഹാനായ നേതാവിന് ആ വിവരം കിട്ടി. അദ്ദേഹം അനുയായികളെയും കൂട്ടി ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ ജാഥയിൽ അവരെന്തൊക്കെയാണ് വിളിച്ചത്? മുദ്രാവാക്യം എന്ന പേരിൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കം ആ വിസർജ്യം വാരി വലിച്ച് സ്വാദിഷ്ട വിഭവം എന്ന പോലെ പാൽപ്പായസം പോലെ വാരി അകത്താക്കി. വിദ്യാർത്ഥി ഷോക്കേറ്റ് ഭരിക്കായിരുന്നുവെന്നും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും വൈദ്യുതി മോഷ്ടിച്ചതിനും തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് അപകടം വരുത്തിയതിനും KSEBയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടെന്നും വാർത്ത വന്നു. അല്ല, മറുപക്ഷവും മോശമാക്കിയില്ല. പിന്നെ ഈ അപകടം മനഃപൂർവ്വം വരുത്തിച്ചതാണെന്നും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മുതലാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്നും അവരും പ്രചരിപ്പിച്ചു. ഇവർ ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ പൊന്നോമനപുത്രൻ ഒരു അപകടത്തിൽ മരിച്ച് അതിൻ്റെ ഷോക്കിൽ കഴിയുന്ന ആ പാവം കുടുംബങ്ങളെ, അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഓരോ രാഷ്ട്രീയക്കാരനും ഓരോ പൊതുപ്രവർത്തകനും ആ കടമയില്ലേ? അതെന്താ ഇവർ മറന്നുപോയത്? ക്യാമറകൾക്ക് മുമ്പിൽ ചാമക്കാല എന്ന രാഷ്ട്രീയ നേതാവ് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഒന്നും പഠിക്കാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അലറി വിളിക്കുന്ന ചാമക്കാലയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയായിരുന്നില്ലേ, അല്ലെങ്കിൽ തിരുത്തുകയായിരുന്നില്ലേ നേതൃത്വം ചെയ്യേണ്ടിരുന്നത്? അല്ല, ആരായി തിരുത്തേണ്ടതല്ലേ? മാന്യതയുടെ മൂർത്തിമദ്ഭാവമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാനായ വ്യക്തി ജീവിച്ച നാടല്ലേ നമ്മളുള്ളത്. അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കളല്ലേ ഈ ചാമക്കാലയും അനുയായികളും? എന്താ അവരത് ഓർക്കാത്തത്? AKGയും EMSും പനമ്പള്ളി ഗോവിന്ദമേനോനും കേളപ്പനും KP കേശവമേനോനും CK ഗോവിന്ദൻ നായരും നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഈ പുതുതലമുറ, രാഷ്ട്രീയ തലമുറ പഠിക്കേണ്ടതല്ലേ? അവരുടെ ജീവിതത്തിലും ഇവർ പഠിക്കണ്ടേ? എന്നിട്ട് പോരെ പൊതുസമൂഹ മധ്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇവരിറങ്ങാൻ? അല്ലാതെ പ്രാദേശിക സഹകരണ സംഘത്തിലെ ഒരു ജോലിക്കായും അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയും രാഷ്ട്രീയ കുപ്പായവും തുന്നി കാത്തിരിക്കുന്ന ഇവരുടെ മുമ്പിൽ കൈകുപ്പി നിന്ന് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചാമക്കാലമാറും വീണ്ടും ഈ നാട്ടിൽ കുമിഞ്ഞുകൂടുകയാണ്. നിങ്ങൾ അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032 9947771550 8606897977.